മാറി. എന്താ പനിക്കുന്നുണ്ടോ ചത്തന്? പനിക്കുന്നുണ്ടോ? ചൂട് ചുമ കാരണമാണോ? പനി ഉണ്ടാവുന്ന പോലെ ഉണ്ടാവും. ശരി, പനിയും കൂടി വരാതിരുന്നാ മതിയായിരുന്നു. മുത്തച്ഛൻ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ജോളിയാണ് കുട്ടി, ഫുൾ ഹാപ്പിയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. സമയം 9:15. ഇപ്പോഴും എണീക്കാതെ കടന്നുറങ്ങുന്ന വാവക്കുട്ടി. എണീക്കാനുള്ള ഒരു പ്ലാനും ഇല്ല. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവില്ലേ ഇതുപോലെയുള്ള മുതലുകൾ? രാവിലെ 10 മണി വരെയും കിടന്നുറങ്ങുന്ന ഒരാൾക്കാർ. രാവിലെ തന്നെ ഗ്യാസ് ഒന്ന് ബുക്ക് ചെയ്യണം. കാരണം ഇപ്പം അറിയാലോ ഗ്യാസിൻ്റെ സ്കേഴ്സിറ്റി ഇപ്പോൾ വാറ് നടക്കല്ലേ. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത്. വൈകുന്തോറും വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്മൾ ലാസ്റ്റ് പോകും, പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടേണ്ടി വരും. അറിയില്ല എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും നേരത്തെ കൂട്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ 2 സിലിണ്ടർ ഉണ്ട്, ഇപ്പോൾ 1 കാലിയായി. അത് സത്യം പറഞ്ഞാൽ ബുക്ക് ചെയ്യാനേ മറന്നുപോയി. ഹലോ കക്കൂസ് പോയിരിക്കൂ, അച്ഛൻ വരാ. പാവയ്ക്ക് സ്കൂളുണ്ട് കേട്ടോ. പോവില്ലാന്നോ? പാവയ്ക്ക് സ്കൂളുണ്ട്, ചെല്ല്. അച്ഛനായിട്ട് വരാ, പല്ലേപ്പിച്ച് തരാം കുറച്ച് കഴിഞ്ഞിട്ട്. അവിടെ അപ്പടിൽ കഴിയട്ടെ, വേഗം ചെല്ല്. 9:30 മണിയായി. ഇപ്പോഴാണ് ദോശ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങണത്. എല്ലാവരും എണീക്കാൻ വൈകിപ്പോയി. നിങ്ങൾക്ക് വിശക്കണില്ലാന്നോ? നിങ്ങൾക്ക് വിശക്കണില്ലേ? കാപ്പി ഉണ്ടാക്കി തരാം. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടിക്കുള്ളത്, ഇത് പിന്നെ എനിക്കുള്ളത്. ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രീഷൻ ഐറ്റംസ് ഒക്കെ ഉള്ളിൽ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ വെരിഫൈ ചെയ്യണ്ടേ. കണ്ണി കണ്ട ചപ്പും ചവറൊക്കെ തിന്നുകൊണ്ടിരുന്നിട്ട് ആരോഗ്യമില്ല, അസുഖം വരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം. അല്ലാണ്ട് എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. ആരോഗ്യം പോയാൽ പോയത് തന്നെ, തിരിച്ചു കിട്ടൂല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അമ്മ ഒന്ന് തേങ്ങാ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോശയ്ക്ക്. എങ്ങനെ? ആരുടെ? അമ്മയുടെ പേരോ? ഓക്കെ, അമ്മു എന്ന് പറയണ്ട, പേര് പറയണം, ജനങ്ങൾക്ക് പേരറിയണ്ടേ എന്നാണ് അമ്മ പറയണത്. ശരിയാണ്. അമ്മുവിൻ്റെ ആക്ച്വൽ പേരെന്ന് പറയണത് മൃദുല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. താഴ്ന്ന വരെ അച്ഛന് ട്രോളാണ് ഇവിടെ. നല്ല രസം സത്യം. ഫാമിലി ഇതാണ് ഫാമിലി. ഇത് താണ്ട ഫാമിലി. ബ്ലൂ നല്ല രസമുണ്ട് കേട്ടോ. ബ്ലൂ നല്ല രസമുണ്ട്. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. കണ്ടാൽ 16 വയസ്സേ തോന്നുന്നു. മധുര 16 അല്ലേ? സ്വീറ്റ് 16. അത് സ്വീറ്റ് 17. അതെ. എത്ര 20 കൊല്ലം മുമ്പോ? അല്ല 20 കൊല്ലം മുമ്പായിരുന്നോ ചോദിക്കുക. സ്വീറ്റ് 16 അല്ല. അന്ന് എന്താ വൈകി? എന്താ കാരണം പറയാ? സ്കൂളിൽ എന്തെങ്കിലും നുണ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എനിക്ക് വയ്യാഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ. അച്ഛൻ്റെ ഫോണ് വരുന്നുണ്ട് കേട്ടോ, ഞാൻ എടുക്കട്ടെ. ഫോണ് കട്ട് ചെയ്തിട്ട് വീഡിയോ കട്ട് ചെയ്യട്ടെ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു യു വ്ളോഗ്. പിന്നെ നാളെ ഈ സാധനം ഈ ഡ്രസ്സൊക്കെ ഇട്ട് അച്ഛനും ഡ്രസ്സ് ഇട്ടു, നാനും ഡ്രസ്സ് ഇട്ടു, അമ്മയും ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് നാളെ സ്കൂളിൽ പോവാണ്. സ്കൂളിൽ പോയി ചെയ്തിട്ട് നാളെ വേഗം കഴിഞ്ഞിട്ട് 4 മണിക്ക് വരാം. എന്നിട്ട് 4 മണിക്ക് വന്നിട്ട് നാളെ 2 കൂടി ഒപ്പം വരാം കേട്ടോ. ബൈ. എത്ര വലിയ വ്ളോഗിങ്ങാ നോക്കടാ. ആയിട്ടില്ല, അടിക്കാറായിട്ടില്ല. അത് ലാസ്റ്റ് അല്ലേ? വൈകുന്നേരം രാത്രിയല്ലേ നമ്മൾ ചെയ്യുക. അവള് ഫുള്ളായിട്ട് വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയടാ. കഥ അങ്ങനെ വിവരിച്ചുണ്ടാക്കുകയാണ് ഇപ്പോൾ. ഞാൻ സ്കൂളിൽ പോയിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എല്ലാം മനസ്സിലാക്കണുണ്ട്. ഇരുന്നിട്ട് സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ചൂപ്പരടാ മുത്തുമണി. 10:30 മണിയായി. ഇപ്പോഴാണ് ഒരുങ്ങി കെട്ടി ഇറങ്ങാൻ പോകുന്നത് സ്കൂളിലേക്ക്. നേരം വൈകിന്ന്. അമ്മൂന് നല്ല ക്ഷീണം അറിഞ്ഞോണ്ടേ വൈകിപ്പോയി. ഇനി ഏതായാലും ഇവരെ കൊണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ റെഡിയായി. ഇനിയിപ്പോൾ പോട്ടെ. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോൾ വരും. സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കി പോകാറായപ്പോഴേക്ക് 11:15. ഇങ്ങനെയാണ് കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്ന വേഷം, ലുക്ക്. വെയിലേ നോക്കി, ഗംഭീര വെയിലാ, ഒന്നും കാണാണ്ടാവില്ല. എന്തായാലും അവരെ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോഴേക്കും 11:30 മണിയായിട്ടുണ്ട്. ഭയങ്കര വെയിൽ, ഭയങ്കര ചൂടിൻ്റെ അമ്മേ. പുറത്തിറങ്ങില്ല കേട്ടോ. ഇനിയിപ്പോൾ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും പറയേ വേണ്ട. കേരളത്തിൽ മഴ തുടങ്ങും. ഇവിടെ പൊരി വെയിൽ തന്നെ ആയിരിക്കും ഒക്ടോബർ വരേക്കും.
അച്ഛൻ്റെ ബുക്ക് ലോഞ്ചിൻ്റെ വീഡിയോ റിലീസായല്ലോ ഇന്ന്. അതിന് കമൻറ്റ് ചെയ്തതിൽ ആ കുട്ടിയുണ്ട്, റിച്ച സൈജൻ, സ്റ്റാർ സിംഗർ ഫെയിം, നമ്മുടെ പാട്ടുകാരി, നല്ലൊരു സിംഗറാണ്. അപ്പോൾ അവരുടെ ഒരു കമൻറ്റ് ഇതിനകത്ത് കാണാൻ പറ്റി. ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു, അത്രേ ഉള്ളൂ. 1:30 മണിയായി. ഇനി ലഞ്ച് കഴിക്കാനുള്ള വഴി നോക്കട്ടെ. അമ്മ ഏതായാലും ലഞ്ചിനുള്ള പരിപാടി നിങ്ങൾ കഴിച്ചില്ലേ? ഉണ്ടാക്കാൻ തുടങ്ങിയോ? എന്തൊക്കെയാ പരിപാടി? ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. ഇത് പിന്നെ ചട്ടണിയല്ലേ രാവിലത്തെ, ഇതിപ്പോ എന്തിനാ ചോറിലേക്ക്? നമുക്കിപ്പോൾ അങ്ങനെ ഇന്നത് കഴിക്കുക എന്നുള്ള ഒരു ചിട്ടയൊന്നുമില്ല. ആരോഗ്യത്തിന് ദോഷം ചെയ്യാത്ത എന്തും കഴിക്കാം. രാവിലെ ഉണ്ടാക്കിയ ചട്ടണി ഇവിടെ റെഡിയാണ്. ഇതാ അത് കുറച്ചെടുക്കണം. കുറച്ച് ഉപ്പേരി ഉണ്ട്, ചോറും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലഞ്ച്. ഇനിയിപ്പോൾ ലഞ്ച് കഴിഞ്ഞ ഉടനെ തന്നെ മോസ്റ്റ്ലി അച്ഛനും അമ്മയും അവിടുന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. നാളെ കുട്ടിയുടെ കോൺവൊക്കേഷനാണ്. തൊപ്പിയൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുത്തുന്ന പരിപാടിയാണ്. അപ്പം അതിന് നാളെയാണല്ലോ. അപ്പോൾ ഇന്ന് തന്നെ അച്ഛനും അമ്മയ്ക്ക് എത്തും. ഫുൾ ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം. ദോശക്കല്ലിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് കായപ്പേരി ചൂടാക്കി എടുക്കുകയാണ്. ആസ് യൂഷ്വൽ 4 മണി അവരായി. അമ്മേനെയും കുട്ടീനെയും കൊണ്ടുവരാൻ പോട്ടെ, സ്കൂളിൽ പോട്ടെ. അച്ഛനും അമ്മയും എത്തിയിട്ടില്ല കേട്ടോ, എത്തിയിട്ടില്ല. എത്തും കുറച്ച് കഴിയുമ്പോഴേക്ക്. അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. കുട്ടിയുടെ കോൺവൊക്കേഷൻ നാളെയല്ലേ പ്രോഗ്രാം. അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല മറ്റന്നാൾ ഒരു റിസപ്ഷൻ ഉണ്ട് അമ്മുവിൻ്റെ ചെറിയമ്മയുടെ മകൻ്റെ. അപ്പോൾ അതിനും പങ്കെടുക്കാൻ പോകണം. കല്യാണം നാട്ടിലായിരുന്നു, പക്ഷേ റിസപ്ഷൻ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ട് പോകണം. അപ്പോൾ അവർ നാളെ തന്നെ തിരിച്ചു പോകും. ഇന്ന് ഡിന്നർ ടൈം ലേശം തെറ്റിയിട്ടുണ്ട്. 7:30 ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അമ്മു കഴിച്ചോടാ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് പറ്റി തൊട്ടോ? മാറിയോ? ചുമ മാറിയോ? എന്താ പനിക്കുന്നുണ്ടോ ചത്തന്? പനിക്കുന്നുണ്ടോ? ചൂട് ചെറിയ ചൂടുണ്ടോ? ഒരു സംശയമുണ്ട്. ചുമ കാരണമാണോ? പനി ഉണ്ടാവുന്ന പോലെ ഉണ്ടാവും. ശരി, ഇനി പനിയും കൂടി വരാതിരുന്നാൽ മതിയായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. ചുമ. ഇവിടെ ടീച്ചറും കുട്ടീനെയൊക്കെ കണ്ടില്ലേ? ബോർഡിൽ എഴുതി കൊടുക്കുന്നു. വലിയൊരു ടീച്ചർ ഇതാ ചെറിയൊരു കുട്ടി ഇരുന്നത് എല്ലാം കേട്ട് എഴുതി പഠിക്കുന്നു, നോക്കി എഴുതി പഠിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മുത്തച്ഛൻ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ജോളിയാണ് കുട്ടി, ഫുൾ ഹാപ്പിയാണ്, അടിപൊളിയാണ് അവൾക്ക്. പിന്നെ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ലോഗ് ഇന്ത്യ. പിന്നെന്താ പഠിക്കണ്ടേ? ഗുഡ് മോർണിംഗ് ഗൈസ്, ഞാൻ വരണ്ട. ബാബ എന്താ വരച്ചത് പറഞ്ഞോടൊക്കെ ആൾക്കാർക്ക്? ഇതെന്താ അറിയോ? ഇത് എന്താ പറയുന്നത്? ആപ്പിൾ പോലത്തെ സാധനമാണ്. നാളെയാണ് വാവക്കുട്ടിയുടെ ഗ്രാജുവേഷൻ ഡേ. അതായത് 1ാം ക്ലാസ്സിലേക്ക് വാവേനെ കൊണ്ടിരുത്തുന്ന ദിവസം. കോൺവൊക്കേഷൻ ഡേ എന്ന് പറയും. കോട്ടക്കെട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു പരിപാടി നമ്മളിങ്ങനെ കാണാറുണ്ടല്ലോ ഫോട്ടോസിലെല്ലാം. അത് നാളെയാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഉള്ളിലുണ്ട്. അവൾ 1ാം ക്ലാസ്സിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം, അതിൻ്റെ ഒരു സന്തോഷമാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ബ്ലോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ മറക്കാതെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കാണാം. ബൈ. ബൈ.